ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പ്രോഗ്രാം ദിവസം ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. കണ്ടോ, ഇത്രയും ബാഗുകൾ, പുറകിൽ സാധനങ്ങൾ. മീനാക്ഷിക്കുന്ന ശ്വാസം പോലും കിട്ടുന്നില്ല, കാണാൻ പോലും വയ്യ ഗൈസ്. ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇടുങ്ങിയിരിക്കുമ്പോൾ ദേവരാജി വിശാലമായി പറഞ്ഞിരിക്കുന്നു. ദേവരാജിയെ കാണാൻ പോലും പറ്റുന്നില്ല. ദേവരാജി എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ അമ്പും വില്ലൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴേ എനിക്ക് അനൗൺസ്മെൻറ്റിൻ്റെ എഴുത്തും കാര്യങ്ങളും പരിപാടികളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പേരൻസും പിള്ളേരും എല്ലാവരും കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ഇതാണ് നമ്മുടെ സായിയുടെ അമ്മ. സായിയുടെ അമ്മ അല്ലയോ നിങ്ങൾ? വേണം, അതായത് നമ്മുടെ സ്വന്തം ശ്രീനന്ദയുടെ അമ്മ. ആ ഓടുന്നതാണ് സ്നേഹടമ്മ ഗൈസ്. പിള്ളേരൊക്കെ എന്തെടുക്കുവാ? എന്താ പരിപാടി? പെണ്ണ് കാണൽ ചടങ്ങിന് മീനാക്ഷി. പെണ്ണിന് എത്ര വയസ്സുണ്ട്? കല്യാണം കഴിക്കാൻ ദേവ് പറയുന്നു. നമ്മുടെ കുഞ്ഞു സെറ്റൊക്കെ ഒരുങ്ങി ഇരിക്കുവാണ്. സദ്യയൊക്കെ ഒരുങ്ങി സുന്ദരിയായി ഗൈസ്. ഞാൻ ഒരുങ്ങി സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തനായ കോഴിക്കോട് ബാബു മാസ്റ്റർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒട്ടും പ്രശസ്തി ഇല്ലാത്ത കണ്ണമാമൻ. കണ്ണമാമനാണ് ഗൈസ്. ഹലോ ഗൈസ്, ഇവരൊക്കെ ഒരുങ്ങാനായിട്ട് ഒരുങ്ങിയില്ല, റെഡി ആവുന്നതേ ഉള്ളൂ. ഇവിടെ കുട്ടി ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുന്നു ഗൈസ്. പിന്നെ വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ കൊച്ചു സിറ്റ് ബാൽക്കണി വിട്ടൊരു കളിയില്ലായിരുന്നു. കാരണം അവിടെ നിന്ന് ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ വീടിൻ്റെ ആ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ. ഹലോ ഗൈസ്, മൂത്തവര് ചെയ്യുന്നത് കണ്ട് ഇളയവർ അനുകരിക്കാൻ പാടില്ല ഗൈസ്. നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുവാണ്. അഡ്വഞ്ചറസ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് ഇറങ്ങിയിരിക്കുവാണ് ഗൈസ്. നമ്മളൊന്നും മേക്കപ്പ് ചെയ്തില്ല. നമുക്ക് ഈ ഡാൻസിനകത്ത് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്യുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചെയ്യുന്ന വരെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ആ ചെയ്യുന്ന ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കാനായിട്ട് ഒരുങ്ങുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ചെയ്യുന്നത് വരെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കണ്ണകി ആൻഡ് ദിസ് ഇസ് കോവലൻ. കണ്ണകി ഉണ്ട് ഡാൻസ് ക്ലാസ്. ഇത് കോവലനാണ്, ഇത് കണ്ണകിയാണ്. അവരുടെ റൊമാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആണോ ദശേ? മാമാട്ടിയാന്ന് പറഞ്ഞത്. മാമാട്ടി കഴിയുന്നു. വല്ലോറേ പൊരേ പോയി താമസിക്കേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തും. യോ, എന്റെ പൊങ്കാലക്കുള്ള വകയായിട്ടുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യണം കേട്ടോ. എനിക്കിതിന് കണ്ണമാമൻ പ്രത്യേകം പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. കണ്ണമാമന്റെ അവിടെ കണ്ണമാമനെ കാണിക്കും. കണ്ണമാമൻ എനിക്ക് പ്രത്യേകം പേയ്മെന്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സർവീസ് ഒന്നുമില്ല. ലോകപ്രശസ്ത ബാബുമാഷിനെ കാണിച്ചു. ലോകപ്രശസ്ത ബാബുമാഷ് ലോകപ്രശസ്തനാണെന്ന് ആർക്കും അറിയാത്ത ദേശങ്ങളിൽ പോയി ആർക്കും അറിയാത്ത കണ്ണമാമൻ. ഇവരൊക്കെയാണ് ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന കാര്യം. പിന്നെ എല്ലാവർക്കും ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കൽ എൻ്റെ പണിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് മേക്കപ്പ് മാന്മാരിങ്ങനെ ഗോപി ഇട്ട് കൊടുത്തിട്ട് ഫൗണ്ടേഷൻ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അനുകരിച്ചാണ് ഗൈസ്. കഷ്ടപ്പാടാക്കി എല്ലാം ചെയ്യണം. കളിക്കണം. കടമനാട്
പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞി പിള്ളേരൊക്കെ റെഡിയായിട്ട് സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഗേസ് ഈ കാഴ്ച ഞങ്ങൾ കണ്ടത്. മേക്കപ്പ് ഇട്ടുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സായി. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ചിരി വന്നു, മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കാണാൻ. അപ്പോൾ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവികാജിയെ കണ്ണകിയായിട്ട് കണ്ണചേട്ടൻ ഇങ്ങനെ റെഡിയാക്കി ഹെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹലോ ഗൈസ്, ഇപ്പോൾ ഇതാണ് എൻ്റെ കോലം. ഞാൻ മുഖമൊന്നും കണ്ണൊന്നും എഴുതില്ല. എൻ്റെ അമ്മ വന്നു ഗായ്സ്. ഒരുങ്ങിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറം ഇപ്പുറം വയലാണ് ഗൈസ്. രാത്രിയാണ്ടൊന്നും കാണാൻ വയ്യല്ലേ. ഇതാണ് എൻ്റെ ലുക്ക്. അമ്പലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനൗൺസ്മെൻ്റ് ഒക്കെ ഞാനപ്പം അതെല്ലാം കൂടെ കൈ പിടിച്ചുകൊണ്ട് അമ്പലത്തിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അണയ്ക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ദക്ഷക്കുട്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഭൂതപ്പാട്ടിന് എൻ്റെ കുഞ്ഞുമോളായിട്ട് ദാണ്ടെ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുന്നു. ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോകാൻ പോവാണ്. കണ്ടോ, കയ്യിൽ വേലൊക്കെ ഉണ്ട്. നമ്മുടെ അമൃത വിനോദുണ്ട് ബാക്കിൽ, കാണാൻ വൈകിട്ടായുണ്ട്. പിന്നെ ദേവികാജിയുണ്ട്. പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ സ്കൂട്ടറിലാണ് ഗൈസ് പോയത്. സത്യം പറഞ്ഞാൽ കാണാൻ കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു ദേവി സ്കൂട്ടറിൻ്റെ പുറകിലൊക്കെ കയറി പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാനും രാധുലേട്ടൻ്റെ ഒപ്പം സ്കൂട്ടറിലാണ് പോയത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ വണ്ടിയിൽ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ചില്ല് ചെയ്ത് പോവായിരുന്നു. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ രാത്രിയിൽ അങ്ങനെയൊക്കെ പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.